തൊടുപുഴ നഗരസഭയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പ്രസ്താവനകൾ CP മാത്യു ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നിലവിലുള്ള സാഹചര്യത്തിൽ അദ്ദേഹം വെറുതെ വായിൽ പല്ലിട്ട് കടിക്കുന്നത് പോലെയാണ്. കല്ലിട്ട് കടിച്ചാൽ പല്ല് പോകും എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം അടക്കമുള്ള ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഓർക്കണം. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനുള്ള അവസരവും അവകാശവും നിഷേധിക്കുന്ന രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചപ്പോഴെടുത്ത ഒരു രാഷ്ട്രീയ നടപടി മാത്രമാണ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഈ വിവാദത്തെ വളർത്താൻ മുസ്ലിം ലീഗിന് താല്പര്യമില്ല എന്ന് നമ്മൾ അറിയിച്ചിരുന്നു. പക്ഷേ ബഹുമാനായ DC പ്രസിഡന്റ് ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാനല്ല, ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കാണുന്നത്. അതിനെ മുസ്ലിം ലീഗ് പാർട്ടി വളരെ ഗൗരവമായിട്ട് നോക്കിക്കാണും. ഇത്തരത്തിൽ മുന്നണി ബന്ധം സുഗമമായി കൊണ്ടുപോകാതിരിക്കാനുള്ള നടപടികളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെങ്കിൽ മുസ്ലിം ലീഗിന് അതൊരു നിർബന്ധമുള്ള സാധനമല്ല എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ ഈ ഒരു പത്രസമ്മേളനത്തിനകത്ത് മലപ്പുറത്ത് നടന്ന പത്രസമ്മേളനത്തിനകത്ത് ലീഗ് നേതാക്കള് ഇത് ജില്ലയിലെ പ്രാദേശിക വിഷയമാണെന്നും ഇതിവിടെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും 6 മാസത്തിനുള്ളിൽ വീണ്ടും അവിശ്വാസത്തിലൂടെ തിരിച്ചു പിടിക്കുമെന്നും പറഞ്ഞു. അത് സംബന്ധിച്ച് ലീഗിന് മുസ്ലിം ലീഗ് പാർട്ടി ഈ വിഷയത്തിൽ വോട്ടെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച് ജില്ലാ ലീഗിന്റെ വികാരത്തിനനുസരിച്ച് നടത്താനുള്ള നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. അതിനുശേഷം സംസ്ഥാന നേതൃത്വം പറഞ്ഞു ജില്ലയിൽ അതിന്റെ തുടർ ചർച്ചകൾ നടത്തി ഈ വിഷയം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും പാർട്ടി തീരുമാനപ്രകാരം അത് ഞങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പിന്നീടും ഈ വിഷയം ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അനുരഞ്ജനം തൊട്ടടുത്തല്ല എന്ന നിലപാട് മുസ്ലിം ലീഗിന് സ്വീകരിക്കേണ്ടി വരും. തൊടുപുഴയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുമെന്നാണ് CP പറയുന്നത്. പക്ഷേ UDF ആയി മത്സരിച്ചിട്ട് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് പാർട്ടി നേടിയത് 5 സീറ്റുകൾ മാത്രമാണ്. ബാക്കി ആ ജയിച്ച സീറ്റുകളാകട്ടെ മുസ്ലിം ലീഗിന് സ്വാധീനം കുറച്ചെങ്കിലുമുള്ള വാർഡുകളിലാണ് കോൺഗ്രസ് പാർട്ടി വിജയിച്ചിട്ടുള്ളത്. ആ സാഹചര്യം പോലും മനസ്സിലാക്കാതെ കേവലമായ രാഷ്ട്രീയ വിപ്ലവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരുടെയൊക്കെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾ പോലെയാണ് CPയുടെ പത്രസമ്മേളനം നമുക്ക് അനുഭവപ്പെടുന്നത്. അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഒരു പത്രസമ്മേളനത്തിലൂടെ വിളിച്ചു പറയുന്നത്, ഉത്തര കേരളത്തിലെ ഉമ്മാക്കിയാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് തെളിയിക്കുന്നത്. അത്തരം വർത്തമാനങ്ങളുമായി സന്ധി ചെയ്തു പോകാൻ മുസ്ലിം ലീഗ് പാർട്ടി ഒരിക്കലും തയ്യാറാകില്ല. മുസ്ലിം ലീഗ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞ 50 വർഷമായി നൽകുന്ന വിലപ്പെട്ട സേവനങ്ങൾ മറന്നുകൊണ്ട് പെട്ടെന്നുണ്ടായ വികാരക്ഷോഭത്തിൽ ഒരു പാർട്ടിയെ അടിച്ചിരുത്താമെന്നുള്ള വ്യാമോഹമാണ് CPയെ പോലുള്ളവർ പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ അതിനെ നേരിടാനുള്ള കരുത്ത് മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്. ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചാൽ അത് സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു തടസ്സവുമില്ല എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുക.